ഹായ് സുഹൃത്തുക്കളെ, രാജി ജിതിൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ രാജി വ്ലോഗ്സ്. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. എനിക്ക് അത്ര തൃപ്തി വന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ എനിക്ക് വിശന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 3-3:30 ആയിട്ടേ ഉള്ളൂ. എനിക്ക് വിശന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാട്ടിൽ പോയില്ലായിരുന്നു ഞങ്ങൾ. അപ്പോൾ കുറച്ച് ഏത്തയ്ക്ക കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് പഴുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത്തയ്ക്ക. അപ്പം അതും ഇന്ന് 4 മണിക്ക് അതും ചായയും കൂടെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത്തയ്ക്ക ഇങ്ങനെ എടുത്തു. അധികം പഴുത്തില്ല കേട്ടോ, നന്നായിട്ട് അങ്ങ് പഴുത്തില്ല. അതിനുള്ള ക്ഷമ എനിക്കില്ല. ഒത്തിരി പഴുത്ത് കഴിയുമ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് അതിന് മുമ്പ് നമ്മളെടുത്താൽ കഴിക്കും. അതുകൊണ്ട് അതിനെക്കാട്ടി മുമ്പേ ഇത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ അത് അങ്ങോട്ട് എടുത്ത് ഇനി ഒരു ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ഏത്തയ്ക്കായ ഇതിങ്ങനെ നടുക്കൂടെ മുറിച്ചിട്ടേ ഈ ഒരെണ്ണം ഞാനങ്ങ് 3 പീസാക്കുവേ. കാരണം ഒത്തിരി കട്ടിക്ക് കുട്ടികൾക്ക് ഇഷ്ടമില്ല. കണ്ടോ, ഇങ്ങനെ ഞാൻ ഈ 3 പീസാക്കും. ഒരെണ്ണം ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങനെ ഒരെണ്ണം ഒരു നടുക്കൂടെ മുറിച്ചത്. പിന്നെ ഞാൻ ഒരു പീസ് ഇങ്ങനെ 3 ആക്കുന്നുണ്ട്. അതാണ് കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. കണ്ടോ, ഇങ്ങനെ ഞാൻ പീസാക്കി. ഞാൻ ഈ മൈദ എടുത്തേ, അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഇത്രയും ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ ജീരകം കണ്ടോ, ജീരകം ഇത്രയും എൻ്റെ കയ്യിൽ ഇത്ര ജീരകവും ഞാൻ എടുത്തിട്ട് ഒരു തവണ കൂടെ ഇത്രയും ജീരകം കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചങ്ങ് മിക്സ് ചെയ്യും. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുവാണേ. വെള്ളം എത്ര വേണമെന്ന് കുറച്ച് ഒഴിച്ചിട്ട് നോക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇടുന്നുണ്ട്. കുറച്ചൊരു അരിപ്പൊടി കൂടെ ഇത്രേ ഉള്ളൂ, ചെറിയ രീതിയിലേ ഇടുന്നുള്ളേ. അതൊരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണേ. എന്നിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുവാണേ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഈ പരുവാവണേ. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണേ ആവണ്ടേ. കണ്ടോ, ഈ പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. കണ്ടോ, എന്നിട്ട് ഞാനിനി ഇതിലോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് പൊരിച്ചിങ്ങി എടുക്കും കേട്ടോ. ഞാൻ അതിലേക്ക് ഇത്രേ എണ്ണയാണ്, നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത് കേട്ടോ. ഇന്ന് വെളിച്ചെണ്ണയല്ല എടുത്തേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ഇത്രയും എടുത്തിട്ടുള്ളൂ. വേണ്ടേ, ഞാൻ ഇങ്ങനെ മുക്കി ഇങ്ങനെയാണേ, ഇത്രയും വരുന്നത് വേണ്ട. ഇങ്ങനെ മുക്കിയിട്ട് എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ ഏത്തയ്ക്ക എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ മൊരിയുകയാണ്. ഇനി നല്ല ചൂടോടുകൂടി എടുത്ത് ചായയുടെ കൂടെ അങ്ങോട്ട് കഴിക്കണം. നല്ല മഴയാണിവിടെ. അപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ ഏത്തയ്ക്കാപ്പവും ചായയൊക്കെ കുടിച്ച് നാട്ടിലെ ഓർമ്മകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി വെച്ചു. ഇനിയും ചായയും കുടിച്ച് ഏത്തയ്ക്കാപ്പം കൂടി കഴിക്കാൻ പോവാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ഞാൻ ആദ്യം ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുത്ത് ഏത്തയ്ക്കാപ്പം കൂടെ കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഞാനും ചായ കുടിക്കാൻ പോവാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ. ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.